ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ കണ്ടിറങ്ങിയ സമയത്ത് ഒന്നുകൂടി പഴയ ഡെഡ്പൂളിൻ്റെ പാർട്ടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ട സിനിമയാണ് 2016 ഇറങ്ങിയ ഡെഡ്പൂളിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ടിം മില്ലർ, അഭിനയിച്ചിരിക്കുന്നത് റയൻ റെയ്നോൾഡ്സ്. മാർവൽ സൂപ്പർ ഹീറോസിൻ്റെ എല്ലാം ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആയിരിക്കും ഡെഡ്പൂൾ എന്ന് പറയുന്നത്. പരിധികളില്ലാത്തൊരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിലാണ് ഡെഡ്പൂളിനെ കാണിച്ചിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും പറയാനും വിളിച്ചു പറയാനും ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുതന്നെയായിരിക്കും ഈ ക്യാരക്ടറിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ളൊരു കാരണവും. ഇത് ഫോർത്ത് വാൾ ബ്രേക്കിങ്ങിൻ്റെ ഒക്കെ ഒരു എക്സ്ട്രീം ലെവൽ കാണിച്ചു തന്നിരിക്കുന്ന ഒരു സിനിമയാണ് ഡെഡ്പൂൾ എന്ന് പറയുന്നത്. ആ ക്യാരക്ടറിനെ അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്, നായകനായ വേഡ് വിൽസൺ ഒരു ക്രിമിനലാണ്. അവനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നതും ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ഇവന് ക്യാൻസർ ആണെന്ന് അറിയുകയാണ്. അങ്ങനെ ഇവൻ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരാൾ ഇവനെ സമീപിച്ച് ക്യാൻസർ മാറ്റാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ക്യാൻസർ മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവന് രൂപമാറ്റം സംഭവിക്കുകയും അങ്ങനെ ഇവൻ വികൃതനാകുകയും ചെയ്യുകയാണ്. ഇവന് ഒരു മ്യൂട്ടൻ്റായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ ജനിതക മാറ്റം സംഭവിച്ച് ഇവനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. ഇവനെ വെട്ടിയിട്ടാൽ പോലും തിരിച്ച് മുറികൂടി ചേരുന്ന ഒരു ജനിതക മാറ്റം ഇവന് സംഭവിക്കുകയും അങ്ങനെ ക്യാൻസർ മാറുന്നില്ല. ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെയും ഇവന് ഇങ്ങനത്തെ ഒരു അമരത്വം ഇവന് ഉണ്ടാകുകയും പക്ഷേ അവൻ്റെ രൂപം നഷ്ടപ്പെടുന്നതുകൊണ്ട് അവനീ നശിപ്പിച്ചവനെ ഇവൻ്റെ ഈ രൂപം ഇങ്ങനെ ആക്കിയവനെ തപ്പിച്ചില്ലെന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. ഇത് മിക്കവരും കണ്ടിട്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും. ഞാനിപ്പോൾ ഈ സിനിമയെ പറ്റി ഞാൻ പണ്ട് കണ്ടതാണ്, അതുകൊണ്ട് ഒന്നുകൂടി കാണാമെന്ന് വിചാരിച്ച് കണ്ടതാണ്. ഇത് കണ്ടവരുണ്ടെങ്കിൽ ഒന്നുകൂടി കാണാം, കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കാവുന്നൊരു സിനിമ തന്നെയാണ്. കണ്ടു നോക്കുക.